പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സ് എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പ്രത്യേകമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നിങ്ങൾ ഒരു 3 മിനിറ്റെങ്കിലും ഈ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളതാണ്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളിൽ പലർക്കും വന്നു കാണും. ഈ ഒരു മെസ്സേജിൽ എന്താണ് പറയുന്നത്? യുവർ വീഡിയോ വെരിഫിക്കേഷൻ ഹാസ് ബീൻ ഡിലീറ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെയിൽ തുടങ്ങുന്നത്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ട് പലപ്പോഴും നിങ്ങളിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആവുകയാണോ യൂട്യൂബിൽ നിന്ന് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി അതിന്റെ കുറച്ച് അടിയിലേക്ക് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ The video verification you submitted be able to use advanced YouTube feature no longer needed. Your video has been deleted from your Google account. ഇത്രയും ഭാഗം കൂടെ വായിച്ചു വരുമ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ചാനൽ പോയി എന്നുള്ളത്. അതായത് വലുതായിട്ട് വലിയ രീതിയിൽ ഇംഗ്ലീഷ് അറിയാത്ത പാവപ്പെട്ടവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലർക്കും മോണിറ്റൈസേഷൻ ആയിട്ടുള്ള പലർക്കും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരിക്കാം. ഇതിന്റെ മറവിൽ വൻ ചതി ഇവിടെ പാവപ്പെട്ട 2 സ്ത്രീകളെ അന്യായമായ ക്യാഷ് വാങ്ങിക്കൊണ്ട് ചതിച്ച ഒരു യൂട്യൂബർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പേര് ആരുടെയും പറയുന്നില്ല, പക്ഷെ അത് അയാളും കൂടെ ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെയുള്ള യൂട്യൂബ് ടെക്കുകാരാണ് മാന്യമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരു അപമാനം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ ഞാൻ ഈ മെസ്സേജിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ഒരു റിമൈൻഡർ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു റിമൈൻഡർ തന്നെയാണ്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ ഫേസ് റീഡിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ഡോക്യുമെന്റോ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്യാനും അത്തരത്തിലുള്ള ഫീച്ചേഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തമ്പനയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മളുടെ ഡോക്യുമെന്റ് ഒരു പക്ഷേ പാൻ കാർഡ് ആവാം, പക്ഷേ നിങ്ങളുടെ വോട്ടർ ID ആവാം, പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നു യൂട്യൂബിന് കൊടുത്തു കാണും. എന്നാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ യൂട്യൂബിന് നമ്മുടെ ചാനൽ ഹിസ്റ്ററി ക്ലിയർ ആണെന്ന് തോന്നിയാൽ യൂട്യൂബ് അത് ഒഴിവാക്കും. ഇത്തരത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് മാത്രം ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാ ഓൺലൈൻ ആപ്പുകൾക്കും നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എടുത്തു വെക്കാനുള്ള അവകാശമില്ല. അതിന്റെ വർക്ക് കഴിഞ്ഞാൽ അവർ നിയമപരമായി ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കുന്നു എന്നുള്ള കൺഫർമേഷൻ ലെറ്റർ മാത്രമാണത്. എനിക്ക് 2 വർഷത്തിന് ശേഷമാണ് ഈ മെയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ മോണിറ്റൈസേഷൻ ആയവർക്കും ഇത് വന്നിട്ടുണ്ടാവും, എന്നോ മോണിറ്റൈസേഷൻ ആയവർക്കും ഇത് വന്നിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒരു ക്ലയന്റ് നമ്മളെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, കൃത്യമായി കാണാൻ പറ്റിയില്ല. ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ജസ്റ്റ് അവരുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അവർ എന്നോട് പറയാണ് എന്റെ ചാനൽ പോവുകയാണ്, എന്റെ ചാനൽ യൂട്യൂബിൽ നിന്ന് റിമൂവ് ആവുകയാണ്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചത്. ഞാൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് വന്ന മെസ്സേജും കാര്യങ്ങളും ഒന്ന് റിപ്ലൈ അയച്ചോളൂ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഞാൻ അത് മറ്റൊരു ചാനലിന് കൊടുത്തു, അവരത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, അത് അവിടെ തീർന്നു. വീണ്ടും 6 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ സ്ത്രീ എന്നെ വിളിക്കണം. എനിക്ക് വീണ്ടും ആ മെസ്സേജ് പോകുന്നില്ല, അവിടെ നിന്ന് മെയിലിൽ തന്നെ കിടക്കുന്നു, അത് റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ ഇതുവരേക്കും വന്നില്ല എന്ന് പറഞ്ഞു. ആ ചാനലുകാർ അത് ശരിയാക്കി തന്നോ എന്ന് ചോദിച്ചു. അത് ശരിയാക്കി തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് എനിക്ക് ഈ മെയിലാണ് അയച്ചു തരുന്നത്. ഇങ്ങനെ ഒരു മെയിൽ അയച്ചു തന്നപ്പോൾ ഞാൻ വീണ്ടും അവരോട് പറയാണ് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറയൂ. അപ്പോൾ അവർ വീണ്ടും ഈ മെയിൽ വീണ്ടും അയച്ചു തന്നു. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറയൂ. അപ്പോൾ അവർ പറയുന്നു ഇതാണ് എന്റെ പ്രോബ്ലം. ഞാൻ പറയുന്നത് ഇതൊരു പ്രോബ്ലം അല്ലല്ലോ, നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് ഗൂഗിൾ പറയുന്ന ഒരു സംഭവമാണ്. ഇതെന്താണ് സംഭവം? അപ്പോൾ ഇദ്ദേഹം ഒരു യൂട്യൂബറെ വിളിക്കുകയും ആ യൂട്യൂബർ ഇവരോട് പറഞ്ഞത് നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് കൊടുത്തു, അത് ലോഗിൻ ചെയ്യുന്നു, അതായത് വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ പാൻ കാർഡ് അയച്ചു തരൂ എന്ന് പറയുന്നു. അങ്ങനെ പാൻ കാർഡ് വാങ്ങി അടുത്ത ദിവസം തന്നെ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 3000 രൂപയാണ് വാങ്ങിയത്. 3000 എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, 5000 വാങ്ങിയ കഥയുണ്ട്, അത് ഞാൻ പറയാം. 3000 രൂപ വാങ്ങിക്കൊണ്ട് നിങ്ങളത് എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. പിന്നീട് ഈ സ്ത്രീ എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഏത് യൂട്യൂബറാണ് ഇത് ചെയ്തത്, എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ യൂട്യൂബറെ ഉടൻ തന്നെ വിളിക്കുക. ഈ പറയുന്ന യൂട്യൂബ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഷറഫ് AVS എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് പറഞ്ഞത് ഇതിന് എന്തിന് ക്യാഷ് വാങ്ങണം എന്നുള്ളത് ചോദിച്ചു. അവർ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മറ്റൊരു യൂട്യൂബറുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിക്കുകയും ഉടൻ തന്നെ അദ്ദേഹം 3000 രൂപ തിരിച്ചു കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞത്ര ഇനി മേലാൽ എന്നെ വിളിച്ചു പോകരുത്, ഇനി മേലാൽ ഇത്തരം വർക്കുകൾക്ക് എന്നെ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു. ഇവർ അതിന് മറുപടി പറഞ്ഞു ഞാൻ എന്നല്ല, എന്റെ ഫാമിലിയിലോ എന്റെ അറിവിൽപ്പെട്ട ഒരാളോ നിങ്ങളെ ബന്ധപ്പെടില്ല എന്നുള്ളത്.
ഓക്കെ, ഇത് അവിടെ കഴിഞ്ഞു. ഈ ഒരു കാര്യം ഇനി പുറത്ത് ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഗ്രൂപ്പിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടുന്ന് നടത്തുന്നുണ്ട്. ഒരു വർഷത്തെ കോഴ്സാണ്. ആ ഒരു കോഴ്സിൽ ഉള്ള കുറച്ച് ആളുകളോട് ഈ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരും, ആരും ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. ഈ ക്ലാസ് കേട്ടിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീ എന്നെ കോണ്ടാക്ട് ചെയ്യാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു മെയിലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഇതേപോലെ മെയിൽ വന്ന് ഇതേ യൂട്യൂബർക്ക് തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപയാണ് വാങ്ങിയത് എന്നുള്ളത്. ഞാൻ ഉടൻ തന്നെ അവരോട് വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇപ്പൊ തന്നെ അയാളെ വിളിക്കുക, അയാളെ വിളിച്ചിട്ട് ആ ക്യാഷ് തിരിച്ചിട്ട് തരാൻ പറയുക, നിങ്ങൾക്കെതിരെ വീഡിയോസ് വരും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞു. ഉടൻ തന്നെ ആ സ്ത്രീ ഈ യൂട്യൂബറെ വിളിക്കുകയാണ്. യൂട്യൂബറെ വിളിച്ച ഉടനെ തന്നെ ഈ സ്ത്രീക്കും 5000 രൂപ കൊടുത്തു. ഈ 5000 രൂപ തിരിച്ചിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ വാട്സപ്പിൽ ബ്ലോക്ക് ആക്കി എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കുക, യൂട്യൂബിൽ ഈ വർക്കുകൾ ചെയ്യാൻ, അതായത് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഒരുവിധം എല്ലാവരും, അതായത് എന്റെ ഒരു അഭിപ്രായത്തിൽ 90 എന്നല്ല 95% ആളുകളും സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ റിലേഷനിലുള്ള ആരെങ്കിലും വെച്ച് ചെയ്യുന്നതാണ്. ഇത് ചെയ്യാൻ തരുന്ന ബാക്കി 5% ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നിരക്ഷരരായിരിക്കും, കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തീരെ സമയമില്ലാത്ത കുറച്ച് അത്യാവശ്യം നോളജ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും, പക്ഷെ തീരെ സമയമില്ലായിരിക്കും ഇതിന്റെ പുറകിൽ നടക്കാൻ. അപ്പോൾ അവരും തരാറുണ്ട്. ഈ രണ്ട് കൂട്ടരുമാണ്. ഇതിൽ ആദ്യം പറഞ്ഞ കൂട്ടരെ നമുക്ക് ഒരിക്കലും ചീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറയപ്പെടുന്ന വർഷത്തിൽ ഒരു $100 ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കിടന്നിട്ട് ഉരുകി വർക്ക് ചെയ്ത് വീഡിയോസ് ഇട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്ന ഇത്തരം സ്ത്രീകളെ വഞ്ചിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇതിനെതിരെ ഞാൻ വീഡിയോസ് ഇടില്ല, ആ വ്യക്തിയുടെ പേര് പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ചാനലിന്റെ പേര് പറയാത്തത്. പക്ഷെ ഒരുപക്ഷെ ഞാൻ അത് പറയണമെങ്കിൽ കൃത്യമായി ഞാൻ അവരോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത്തരം മെയിലുകൾ വന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂട്യൂബ് വർക്ക് ഒരു മാന്യമായ പ്രകാശമൊക്കെ വാങ്ങാം, നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഇവിടെ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യാൻ 5000 വാങ്ങുന്നവരുണ്ട്, 6000 വാങ്ങുന്നവരുണ്ട്, 3000 വാങ്ങുന്നവരുണ്ട്. ഞാൻ വാങ്ങുന്നത് വളരെ ചെറിയ എമൗണ്ട് ആണ്. മോണിറ്റൈസേഷൻ ഫുൾ വർക്കും പ്ലസ് നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും മൊത്തം കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് വിടുമ്പോൾ ഞാൻ വാങ്ങുന്നത് 2000 രൂപയാണ്. കൃത്യമായി ഞാൻ ആ ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 2000 രൂപക്കുള്ള വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച പണി ആണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ വില എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ യൂട്യൂബറുമാണ്. അപ്പൊ അവരവരെ എത്ര വാങ്ങുന്നു എന്നുള്ളതല്ല, ഈ വാങ്ങുന്നതെല്ലാം തന്നെ നിങ്ങളുടെ ഈ വാങ്ങുന്ന ക്യാഷ് എല്ലാം നിങ്ങൾ മാന്യമായിട്ട് പണിയെടുത്ത് വാങ്ങുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ചീറ്റിംഗ്, അത് ഞാൻ ഒരു ചാനലിന്റെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും യൂട്യൂബ് സൊല്യൂഷൻ ആയാലും യൂട്യൂബ് ക്രിയേഷൻ ആയാലും യൂട്യൂബ് ടെക് ആയാലും ഏത് ചാനലുകൾ തന്നെ ആയാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം മെയിലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബർ, ഈ ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത യൂട്യൂബറെ വിളിക്കാം. ആരും നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ അല്ലെങ്കിൽ ചെറിയ ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ ക്യാഷ് വാങ്ങുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പലരും ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. പലരും എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോസ് ഇടുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ 5000 രൂപയും ഈ 3000 രൂപയ്ക്ക് എടുത്തു കൊടുക്കാം. ഞാൻ ഈ പറ്റിക്കപ്പെട്ട 5000 രൂപ പോയ സ്ത്രീയെയും 3000 പോയ സ്ത്രീയെയും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ 5000 കൊടുത്ത സ്ത്രീയുടെ ഹസ്ബൻഡിന്റെയും 3000 കൊടുത്ത സ്ത്രീയുടെ ഹസ്ബൻഡിന്റെയും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൃത്യമായി പറഞ്ഞാൽ അവരാണ് ഈ ക്യാഷ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ ഈ സ്ത്രീകൾ ഉണ്ടാക്കിയ പൈസയൊന്നുമല്ല. ഇത് കൂലിപ്പണി, ഈ രണ്ടുപേരും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അതായത് 2 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ ചാനൽ. ഇതിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി വെറുതെയാവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ കിരികിരി പറഞ്ഞുകൊണ്ട് സ്വന്തം ഹസ്ബൻഡിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവർ അത്രയും വിഷമം പറഞ്ഞ് വളരെയധികം സന്തോഷം നമ്മളിത് മേടിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോസ് ഇത് മുഴുവനായിട്ട് നിങ്ങൾ കുറച്ച് ആളുകളെ കാണൂ എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. യൂട്യൂബർമാർ പറയുന്ന ക്യാഷ് ഓക്കെ, അത് അവർ ചെയ്യുന്ന വർക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അവർ പറയുന്ന കൂലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം. പക്ഷെ ഇത്തരത്തിൽ ചീറ്റ് ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക, ഇത്തരത്തിൽ ചീറ്റ് വർക്ക് ചെയ്യുന്നവർ ആരായിരുന്നാലും നിങ്ങൾക്കത് ആദ്യത്തെ അവരുമായി കോണ്ടാക്റ്റിൽ നിന്നോ ആദ്യമായി അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. ഏത് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും കൃത്യമായി അവർ ക്യാഷിനെ കുറിച്ചും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടോ, നിങ്ങൾ അവരെ കുറിച്ച് ഒരാളുമായി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്.
ഇത്തരം മെയിലുകളൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ നമ്മളൊക്കെ ഇവിടുന്ന് വീഡിയോസ് ഇടുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളത് മാത്രമാണ്. ഇത്തരത്തിൽ നിങ്ങളൊരു 5000 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ഈ 5000 രൂപയൊക്കെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത്. നിങ്ങൾ അതിന്റെ മുകളിലേക്ക് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിനായാലും ആങ്ങളമാർക്കായാലും ഈ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കി അവർ എന്നുള്ളത്, എന്നിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചതിക്കപ്പെടേണ്ടവരും ചീറ്റിംഗ് ചെയ്യേണ്ടവരും അത് പല രൂപത്തിൽ പല ഇതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അവര് നിങ്ങൾ പല പേടികളുണ്ടായി. ഇവരെന്തെങ്കിലും നമ്മുടെ ചാനൽ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെയാക്കുമോ ഇങ്ങനെയാക്കുമോ. ഈ സ്ത്രീകളൊക്കെ അതാണ് പറഞ്ഞിരുന്നത്, ഞങ്ങൾ പൈസ ചോദിക്കുന്നില്ല, ഞങ്ങളെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അവരെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ചാനൽ അവർ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ. ഞാൻ അവരോട് പറഞ്ഞത് ഇവിടെ ഒരു പോലീസ് ഉണ്ട്, ഒരു നിയമമുണ്ട്, ഈ വക കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, എന്റെ പേര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്യാഷ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ അറിയുന്ന 2-3 പേർ എന്ന് പറഞ്ഞ് ഇതിവിടെ നിർത്താം. പക്ഷെ ഞാൻ അറിയാത്ത എത്ര ആളുകൾ, വളരെ റീച്ച് കുറഞ്ഞ ഒരു ചാനലിന്റെ ഉടമയാണ് ഞാൻ. എനിക്ക് ഞാൻ അറിയുന്ന വലയത്തിൽ ഇത്തരം പേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചതിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഇത്തരം എത്ര പേരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ആളുകൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം വളരെ സിമ്പിൾ, അവരുടെ ധൈര്യമാണ് ഇത് ആരും ചോദിക്കില്ല എന്നുള്ളത്. ചോദിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും, വേണമെങ്കിൽ ചാനലിന്റെ പേര് എടുത്തു പറയുകയും ചെയ്യും. ഇതെല്ലാം എന്നോട് പറയാനുള്ള എനിക്കുള്ള ആർജവം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ നിന്ന് വരുന്ന ഈ ഒരു വരുമാനം, അതായത് യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തുള്ള വരുമാനം കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഈ ഒരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയട്ടെ. യൂട്യൂബിനെ കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് കോഴ്സ്, അതായത് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തെ കോഴ്സാണ്. ഈ ഒരു വർഷത്തെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 199 രൂപയാണ്. 199 റുപ്പീസ് ഓൺലി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. 199 രൂപ മാത്രം അടച്ചാൽ മതി. ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും, എങ്ങനെയാണ് തമ്പനയിൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ എഴുതുക, എങ്ങനെയാണ് ഹാഷ്ടാഗുകൾ എഴുതുക, എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, യൂട്യൂബിന്റെ അൽഗോരിതം എന്താണ്, യൂട്യൂബിന്റെ അൽഗോരിതം ഇപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്ററുകൾ എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് യൂട്യൂബ് മാത്രമല്ല ഫേസ്ബുക്കിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്ക് ഉണ്ടെങ്കിലും ചെറിയൊരു പേയ്മെന്റിൽ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.